നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 1. ജർമ്മനിയിൽ ഏപ്രിൽ 1 മുതൽ ഈ മാസം എന്തൊക്കെയാണ് പുതിയതായി വരുന്ന മാറ്റങ്ങൾ എന്നതിനെ കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവാണ്. അത് ശമ്പള വർധനവ് മുതൽ പുതിയ ഇന്ധന നിയമം വരെ എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. ദയവായി ശ്രദ്ധിക്കുക. വസന്തകാലത്തിന്റെ വരവറിയിക്കുന്ന ഏപ്രിൽ മാസം ജർമ്മനിയിലെ ജനജീവിതത്തിൽ സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. ശമ്പള വർധനവ്, പുതിയ ആരോഗ്യ പരിശോധനകൾ, അതിർത്തിയിലെ ഡിജിറ്റൽ നിയമങ്ങൾ തുടങ്ങി സാധാരണക്കാരെ ബാധിക്കുന്ന പ്രധാന മാറ്റങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമത് പൊതുമേഖലാ ജീവനക്കാർക്കുള്ള ശമ്പള വർധനവാണ്. ഏപ്രിൽ 1 മുതൽ ജർമ്മനിയിലെ ഏകദേശം 9.25 ലക്ഷം പൊതുമേഖലാ ജീവനക്കാരുടെ ശമ്പളത്തിൽ വർധനയുണ്ടാവും. ഈ വർധനവ് എങ്ങനെയെന്ന് ചോദിച്ചാൽ ശമ്പളത്തിൽ 2.8% അല്ലെങ്കിൽ കുറഞ്ഞത് 100 യൂറോയുടെ വർധനവാണ് ലഭിക്കുന്നത്. ഹെസൻ സംസ്ഥാനം ഒഴികെയുള്ള 15 സംസ്ഥാനങ്ങളിലെ ജീവനക്കാർക്ക് ഇത് ബാധകമാണ്. അടുത്തത് പുതിയ ഇന്ധനവില നിയന്ത്രണമാണ്. അതായത് 12 മണി നിയമം എന്ന് ചുരുക്കി പറയാം. ഇന്ധനവിലയിലെ അമിതമായ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പുതിയ നിയമം ഏപ്രിൽ 1 മുതൽ ആണ് നിലവിൽ വന്നത്. ഈ നിയമത്തെപ്പറ്റി കൂടുതൽ ആയിട്ട് പറഞ്ഞാൽ, പെട്രോൾ പമ്പുകൾക്ക് ഇനി മുതൽ ദിവസത്തിൽ ഒരു തവണ മാത്രമേ, അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് മാത്രമേ വില വർദ്ധിപ്പിക്കാൻ അനുവാദമുള്ളൂ. എന്നാൽ വില കുറയ്ക്കാൻ എപ്പോൾ വേണമെങ്കിലും സാധിക്കും. ഓസ്ട്രേലിയയിലെ മാതൃകയിലാണ് ഈ പരിഷ്കാരം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സൗജന്യ ശ്വാസകോശ ക്യാൻസർ പരിശോധനയാണ്. അമിതമായി പുകവലിക്കുന്നവർക്കും പുകവലി നിർത്തിയവർക്കും, അതായത് 50 വയസ്സ് മുതൽ 75 വയസ്സ് വരെ പ്രായപരിധിയിൽ ഉള്ളവരെയാണ് പരിഗണിക്കുക. ഇനി മുതൽ വർഷത്തിൽ ഒരിക്കൽ സൗജന്യ ശ്വാസകോശ ക്യാൻസർ പരിശോധന നടത്താം. ഇതിന്റെ CT സ്കാൻ വഴിയുള്ള പരിശോധനയുടെ ചിലവ് പബ്ലിക് ഇൻഷുറൻസ് കമ്പനികളാണ് വഹിക്കുക. അടുത്തത് അതിർത്തികളിൽ ഡിജിറ്റൽ രജിസ്ട്രേഷൻ, അതായത് EES. ഏപ്രിൽ 12 മുതൽ യൂറോപ്യൻ യൂണിയന് പുറത്തുനിന്നുള്ളവർക്ക് തേർഡ് കൺട്രി നാഷണൽസ് അതിർത്തികളിൽ ഡിജിറ്റൽ എൻട്രി എക്സിറ്റ് സിസ്റ്റം കർശനമാക്കും. പാസ്പോർട്ടിൽ സീൽ പതിപ്പിക്കുന്ന രീതിക്ക് പകരം വിരലടയാളം, ഫേഷ്യൽ സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുക. അടുത്തത് ലാപ്ടോപ്പുകൾക്ക് USB-C നിർബന്ധമാക്കും. അതായത് ഏപ്രിൽ 28 മുതൽ ജർമ്മനിയിൽ വിൽക്കുന്ന എല്ലാ പുതിയ ലാപ്ടോപ്പുകൾക്കും USB-C ചാർജിംഗ് പോർട്ട് നിർബന്ധമാണ്. ഇലക്ട്രോണിക് മാലിന്യങ്ങൾ കുറയ്ക്കാനാണ് ഈ നടപടി. സ്മാർട്ട് ഫോണുകൾക്ക് ഇത് നേരത്തെ തന്നെ ബാധകമാക്കിയിരുന്നു. അടുത്തത് കുട്ടികൾക്ക് ലാഫിംഗ് ഗ്യാസ്, അതായത് നൈട്രോസ് ഓക്സൈഡ് നിരോധനമാണ്. ഏപ്രിൽ 12 മുതൽ പ്രായപൂർത്തിയാകാത്തവർ ലാഫിംഗ് ഗ്യാസ് വാങ്ങുന്നതും കൈവശം വയ്ക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ്. ഓൺലൈൻ വഴിയുള്ള വിൽപ്പനയ്ക്കും നിയന്ത്രണം ഉണ്ടാകും. നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് ഈ തീരുമാനം. അടുത്തത് ഈസ്റ്റർ അവധിക്കാലമാണ്. ഈ വർഷം ഏപ്രിൽ 5-നാണ് ഈസ്റ്റർ. ഏപ്രിൽ 3 ഗുഡ് ഫ്രൈഡേ, ഏപ്രിൽ 6 ഈസ്റ്റർ മൺഡേ എന്നീ ദിവസങ്ങളിൽ ജർമ്മനിയിൽ പൊതു അവധിയായിരിക്കും. മിക്ക വ്യാപാര സ്ഥാപനങ്ങൾക്കും ഈ ദിവസങ്ങളിൽ അവധിയായിരിക്കും, അടഞ്ഞു കിടക്കുകയും ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾക്കും ഈ സമയത്ത് അവധിയുണ്ടാകും. അടുത്തത് ഏപ്രിൽ 8 മുതൽ UK-യിലേക്കുള്ള ETA നിരക്ക് കൂടും എന്നുള്ളതാണ്. UK-യിലേക്കുള്ള യാത്രയ്ക്കുള്ള ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ, അതായത് ETA ചെലവ് ഏപ്രിൽ 8 മുതൽ 16 പൗണ്ടിൽ നിന്ന് 18.45 യൂറോ എന്നത് 20 പൗണ്ടായി, അതായത് 23 യൂറോ ആയി ഉയരും. UK-യിലോ ഐറിഷ് പാസ്പോർട്ടിലോ യാത്ര ചെയ്യുന്നില്ലെങ്കിൽ എല്ലാ യൂറോപ്യൻ യൂണിയൻ ഇതര പൗരന്മാരും UK-യിലേക്കുള്ള യാത്രയ്ക്കായി ETA വാങ്ങേണ്ടതുണ്ട്. ഇനി അയൽ രാജ്യങ്ങളിലെ മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, സ്വിറ്റ്സർലൻഡ് പൊതുസ്ഥലങ്ങളിലെ ഇൻഡോർ ഏരിയയിൽ പടക്കം പൊട്ടിക്കുന്നത് നിരോധിച്ചു. ഓസ്ട്രേലിയയിലാണെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ അളവ് കുറയ്ക്കുകയും വില കുറയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന ഷ്രിങ്ക്ഫ്ലേഷൻ രീതിക്കെതിരെ പാക്കറ്റുകളിൽ മുന്നറിയിപ്പ് നൽകുന്നത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ വാർത്തകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഉറപ്പാക്കണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക. നന്ദി, നമസ്കാരം.